ഏത് വ്യക്തിയെയും തകർക്കുന്നതാണ്. അത് ഈ ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ വേദപുസ്തകത്തിൽ എഴുതാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു. വിമർശനം എന്നൊരു കൃപയാണ്. അത് ചിലർക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന കൃപയാണ്. അത് ഭർത്താവ് നേരത്തെ വന്ന പ്രശ്നം, താമസിച്ചു പോയ പ്രശ്നം. ഭർത്താവ് ഹലോ വന്ന് ഒരു ഗുഡ് ഈവനിങ്ങോ ഗുഡ് മോർണിംഗോ പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതേസമയം ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് അതിനേക്കാൾ പ്രശ്നമാണ്. തിരിച്ചു ഭാര്യ ഉടുക്കുന്നതിൽ, അന്ന് ഉടുത്തിരിക്കുന്നതിൽ നല്ലത് ഉടുത്താൽ പ്രശ്നമാണ്. നല്ലൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഉടുത്താൽ അത് വേറെ ആരെങ്കിലും കാണിക്കാനാണെന്ന് പറയും. അതേസമയം പന്നൽ ഉടുത്താൽ അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ തന്റെ അഭിമാനത്തിന് കേടുവരുന്നതാണെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ വിമർശനം ശുശ്രൂഷയായിട്ടുള്ള സഹോദരന്മാരോ സഹോദരിമാരോ അവര് മരിച്ച് മണ്ണിട്ട് അങ്ങോട്ട് മൂടിയാൽ അവത്തങ്ങൾ വിമർശനം കൊണ്ടേയിരിക്കുന്നു. ഇനി ആരോ പറഞ്ഞതുപോലെ നരകത്തിൽ പോലും ചെന്നാൽ ഈ കക്ഷികൾ വിമർശനം പെടത്തില്ല. അപ്പൊ അത് ഡിസ്ട്രക്റ്റീവ് നശിപ്പിക്കുന്ന വിമർശനം മാത്രമല്ല, ഈ വിമർശിക്കുന്ന ഭർത്താവിനെയും ഭാര്യ ആശുവും ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗിന്റെ അത്യാവശ്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് ഉറപ്പ് വന്നാൽ സ്നേഹത്തോടെ ഇടപെട്ടിട്ട് ആരുടെയെങ്കിലും നല്ല കൗൺസിലേഴ്സിന്റെ അടുക്കൽ ഈ പ്രിയപ്പെട്ടവനെയോ പ്രിയപ്പെട്ടവളെ എത്തിക്കണം. കാരണം വിമർശനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം ഗ്ലാസ്സിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് വിമർശനത്തിന് കൂടുതൽ സാധ്യത. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ 10 പെണ്ണുങ്ങളുടെ പുറകെ നടന്ന ചെറുക്കനാണെങ്കിൽ കല്യാണം കഴിച്ചാൽ ഭാര്യയെ അവള് വേറെ ഏതോ ചെറുക്കന്റെ കൂടെ പോകുന്ന ഒരു പെങ്കൊച്ചാണെന്ന നോക്കി വെക്കുന്നത്. അതുകൊണ്ട് മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നത് മുഴുവൻ മഞ്ഞയാണെന്ന് പറയുന്ന പോലാണ് ഈ കല്യാണം കഴിഞ്ഞ ചില ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും സ്വന്തം ഭർത്താവിനെയും ഭാര്യയെയും പറ്റിയുള്ള വിമർശനങ്ങൾ. ഒരു പ്രായമുള്ള ദമ്പതികൾ ഭാര്യയും ഭർത്താവും ഒരിക്കലും ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസ് അടിക്കാനായിട്ട് കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അറ്റൻഡന്റ് വന്ന് വിൻഷീൽഡ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. വിൻഷീൽഡ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഈ അപ്പച്ചൻ നോക്കിയപ്പോ വിൻഷീൽഡിൽ പിന്നെയും അഴിക്കും. അവനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ക്ലീൻ അല്ല, അതൊന്നുകൂടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഈ അറ്റൻഡന്റ് രണ്ടാമത് കംപ്ലൈന്റ് പോകരുതല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും വന്ന് ക്ലീൻ ചെയ്ത് വിൻഷീൽഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ അപ്പച്ചൻ പിന്നെയും വിളിച്ചു. ശരിയായിട്ടില്ല, പിന്നെയും പൊടിയിരിക്കുന്നു. ഈ അറ്റൻഡന്റ് നോക്കിയിട്ട് അവിടെ നിന്നും പൊടി കാണുന്നില്ല. അവൻ പിന്നെയും ക്ലീൻ ചെയ്യും. കംപ്ലൈന്റ് ആണല്ലോ എന്ന് വെച്ച് അത്രയും ക്ലീൻ ചെയ്ത ഒരു പൊടി പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൻ വന്ന് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചു. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇന്ന് നിന്റെ ബോസിനോട് കംപ്ലൈന്റ് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോ അടുത്തിരുന്ന അമ്മച്ചി ഈ വല്യപ്പന്റെ കണ്ണാടിയൊക്കെ ഇറങ്ങി. ഈ കണ്ണാടിയൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി കണ്ണിലോട്ട് വെച്ചു കൊടുത്തു. ഇതുപോലെ വൃത്തിയായ വിൻഷീൽഡ് ഈ അപ്പച്ചന് ആയുസി കണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവന് ഈ കംപ്ലൈന്റ് ഈ പ്രിയപ്പെട്ടവനെ പറ്റി പറഞ്ഞത് മുഴുവൻ വാസ്തവത്തിൽ അവരുടെ കയ്യിലുള്ള കുഴപ്പമല്ല. കുഴപ്പം എവിടെ ഇരിക്കുന്നേ? സ്വന്തം കണ്ണയിൽ ഇരിക്കുന്ന കണ്ണാടിയിൽ ഇരിക്കുകയാണ്. ഈ കണ്ണാടിയിൽ ഇരിക്കുന്ന അഴുക്കാണ് വിൻഷീൽഡിലെ അഴുക്കായിട്ട്, കാണുന്നതിലെല്ലാം അഴുക്കായിട്ട് ഈ അപ്പച്ചന് തോന്നിയത്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യയെ കുറ്റം പറയുന്നതിന് മുമ്പേ, ഭർത്താവിനെ വിമർശിക്കുന്നതിന് മുൻപേ സ്വന്തം കണ്ണാടിയിൽ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. സ്വന്തം കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്ക്, ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞു, നല്ല റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല വിവാഹം, റൈറ്റ് പേഴ്സണായി തീരുക എന്നുള്ളത് വിവാഹത്തിൽ പ്രത്യേകതയാണ്. റൈറ്റ് പേഴ്സണായി കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരും പിള്ളേർക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോ തിരക്കുന്ന പാസ്റ്ററെ എന്റെ കൊച്ചിന് പറ്റിയ ഒരു പെണ്ണിനെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നല്ല ആഗ്രഹമാണ്. കൊച്ചിന് പറ്റിയ ചെറുക്കനെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ കൊച്ച് എന്തായിരിക്കണം, നല്ലതായിരിക്കണം. അപ്പൊ റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കുക മാത്രമല്ല, ഈ വ്യക്തിയും എന്തായി തീരണം, റൈറ്റ്
മാറ്റപ്പെടണം. അപ്പൊ വിമർശനം ഒന്നാമത് കുടുംബത്തെ തകർക്കുന്ന പിശാചാണ്, കുട്ടിച്ചാത്തനം. അടുത്തതിലേക്ക് പോകട്ടെ. വിമർശനത്തിന്റെ ചേട്ടൻ കുട്ടിച്ചാത്തൻ. അതായത് വിമർശനം, ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒന്നാമത്തെ കുട്ടിച്ചാത്തനാണെങ്കിൽ, രണ്ടാമത് കുടുംബത്തെ തകർക്കുന്ന, റിലേഷൻഷിപ്പിനെ തകർക്കുന്ന കുട്ടിച്ചാത്തനാണ് കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രിറ്റിസിസത്തിന്റെ മൂത്ത ചേട്ടൻ. അത് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റോ നോൺ വെർബൽ ബിഹേവിയറോ കൊണ്ട്. കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ണ് ഉരുട്ടുക. ചിലരൊക്കെ ഭാര്യമാരെ കാണുമ്പോൾ അവരുടെ ആക്ഷനും ഒക്കെ കാണുമ്പോൾ പബ്ലിക്കിലും ഒക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ണൻ മേളോട്ട് ഉയർത്തിയോ തലയിലോട്ട് എന്ന് പറഞ്ഞാൽ കർത്താവേ നീ ഇപ്പൊ ഹെൽപ്പിന് ഇറങ്ങി വരണേ എന്നുള്ള മട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ഒരു തെറ്റ് മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവളെ എന്ത് ചെയ്യുക? അടിച്ച് പബ്ലിക്കിൽ തകർക്കുക. ആ ഒരു അതൊരു മോക്കറി. വീട്ടിൽ വന്നാലും വീട്ടിലാണെങ്കിലും പബ്ലിക്കിലായാലും ഈ അവളുടെ തോട്ടിന്, അതായത് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, അടുത്ത പാർട്ട്ണറേക്കാൾ മിടുക്കരാണെന്ന് ഞാൻ തോന്നുന്നു. എന്നിട്ട് എന്റെ പാർട്ട്ണർക്ക് ഒന്നും അറിയത്തില്ലെന്ന് ഫീലിംഗ് വരിക. ഭാര്യയ്ക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നീ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നത്? വീട്ടിലെ ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള വഴക്കിന്റെ ഇടയിൽ പറയുന്ന, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു സംസ്കാരശൂന്യമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഒരു സംസ്കാരവും ഇല്ലാത്ത അപ്പനൊന്നും, ഒരു സംസ്കാരവും ഇല്ലാത്ത. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയുകയാണ്, അടുത്ത ആളിനെ, പാർട്ട്ണറെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളേതോ ഒന്ന് സുപ്രീം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഭയങ്കര ബലവും സൗന്ദര്യവും ആരോഗ്യവും അറിവും ജ്ഞാനവും എല്ലാം നിറഞ്ഞ് നമ്മുടെ പാർട്ട്ണർക്കോ ഇതൊന്നുമില്ലാത്ത സംസ്കാരശൂന്യമായ വിദ്യാഭ്യാസമില്ലാത്ത കുടുംബത്തിൽ നിന്ന്, അങ്ങനെയാണെങ്കിൽ നീ ഒന്നീ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ച നമ്മുടെ പാർട്ട്ണറുടെ സ്വഭാവത്തെ, ക്യാരക്ടറിനെ പുട്ട് ഡൗൺ ചെയ്യുന്ന, നമ്മേക്കാൾ ഇൻഫീരിയർ ആക്കുന്ന വാക്കുകൾ വായിൽ നിന്ന് വരുവാൻ പാടില്ല. അങ്ങനെ വരുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കണ്ടോ അത് തുടങ്ങുന്നതെന്ന് പറയുന്നത് പലരും അതിന്റെ ഫോം എന്ന് പറഞ്ഞ ഒന്ന് ഓപ്പൺ ഡിസ്റെസ്പെക്ട് ആണ്. ഡിസ്റെസ്പെക്ട് ചെയ്തു ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യാതിരിക്കുക? ബഹുമാനിക്ക്, ഓപ്പൺ ആയിട്ട് റെസ്പെക്ട് കൊടുക്കാതെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്റെസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ വിൽഫുൾ ആയിട്ട് ഡിസൊബേ ചെയ്യും. ഒബേ ചെയ്യണമെന്നറിയാം, എങ്കിലും നമ്മുടെ കഴിവ് കാണിക്കാൻ, നമ്മുടെ മിടുക്ക് കാണിക്കാൻ, നമ്മുടെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ, നമ്മുടെ നേതൃത്വം കാണിക്കാൻ ഭാര്യ പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? വിൽഫുൾ ആയിട്ട് റിജക്ട് ചെയ്യുക. അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ പറഞ്ഞത് ശരിയാണെന്നറിയാം, പക്ഷെ അതനുസരിച്ചാൽ നമുക്ക് എന്തോ കുഴപ്പം വരുമെന്നുള്ളൊരു മട്ടിൽ അതിനെ ഈഗോ ഉള്ള സഹോദരന്മാർ. അതായത് നമ്മൾ ആരായിട്ട് കർത്താവാക്കി? പുരുഷനായിട്ട് കർത്താവാക്കി. ഭാര്യ പറയുന്ന വാക്കുമല്ലോ എന്ന് കേട്ടുപോയ ഒപ്പോയി എന്ന മട്ടിൽ ഈഗോ സെൻട്രിക്കാൻ നമുക്കൊരു നമ്മുടെ ഈഗോയെ തകർന്നു പോകുമോ എന്ന പേടിയോട് വേദപുസ്തകത്തിൽ ഭാര്യയോ ഭർത്താവിനെയോ സഹോദരനെയോ സഹോദരിയോ പുട്ട് ഡൗൺ ചെയ്യുന്നവർ, ഭർത്താവായാലും ഭാര്യയായാലും നരകത്തിൽ പോകുമെന്നൊരു വാക്യമുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കും അല്ലേ? വേണേ ഒന്ന് വായിച്ചത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മാത്യു ചാപ്റ്റർ 5, 21 and 22. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അടുത്തത് സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അടുത്തത് സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപതി സഭയുടെ മുൻപ് നിൽക്കേണ്ടി വരും. അടുത്തത് മൂഢ എന്ന് പറഞ്ഞാലോ എവിടെ പോകുന്നു? ഹലോ, സഹോദരനെ വിളിച്ച കൂടെയുള്ള ഇവൻ രക്തബന്ധം പോലും ഇല്ലാത്ത വിശ്വാസി സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ
നരകത്തിൽ പോകുമെങ്കിൽ കൂടെ താമസിക്കുന്ന ഭാര്യ അങ്ങനെ